ഇന്ത്യയെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാക്കി മാറ്റുക എന്നൊരു അജണ്ട ഈ കൂട്ടർക്കുണ്ടോ? ഏയ് ഇല്ല. അങ്ങനല്ല. അങ്ങനൊരു അജണ്ട ഇപ്പം ഹിന്ദുത്വ രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞൊരു കൃത്യമായിട്ടുള്ളൊരു അജണ്ടയോ അങ്ങനത്തെ ഒരു രാഷ്ട്രീയവാദമോ രാഷ്ട്രവാദമോ അങ്ങനൊന്നുമില്ല അവർക്ക്. അവർക്ക് ഉം, വേണ്ടത് ഉം, ക്രിസ്തുവിനെ അറിയുക, യേശുവിനെ മാത്രം വിശ്വസിക്കുക, യേശു മാത്രമാണ് ദൈവമെന്ന് വിശ്വസിക്കുക. അങ്ങനെയുള്ളൊരു ഉം, ഉം. ഒരു പ്രചരണം അവർ നടത്തുന്നത്. അല്ലാതെ എല്ലാവരെയും അവരുടെ ആളുകളാക്കി അങ്ങനെ നിർത്തണം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെയാണ് ഈ പറയുന്ന പോലെ ഹിന്ദുത്വവാദികൾ ആക്രമിക്കുന്നത് അല്ലേ? ഈ തീവ്ര ഹിന്ദുത്വവാദികൾ യെസ്, യെസ്. ആക്രമിക്കുന്നത് ഇവരെയാണ് അല്ലേ? അതെ. മര്യാദയ്ക്ക് അവിടെ സ്കൂളിൽ ജോലി ചെയ്യുന്ന മലയാളികളുണ്ട്. ഉം, ഉം, ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, നഴ്സുമാരുണ്ട്, അങ്ങനെ നല്ല നല്ല ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, പഠിക്കാൻ ചെല്ലുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊന്നും ആരും ആക്രമിക്കുന്നില്ലല്ലോ. ഒരു ഗ്രാമത്തിൽ ഉം, കയറി അവിടുത്തെ ഭൂരിഭാഗം ആളുകളെയും ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി ഇവർ കഷ്ടപ്പെടുന്നത് കാണുന്നത് കൊണ്ടാണ്. അതായത് ഈ ഉം, പല രീതിയിലുള്ള ഇപ്പം അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു ഫാമിലിയെ ഇവരിൽ നിന്ന് പറിച്ചെടുത്ത് മറ്റൊരു മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടി ഇവർ വളരെ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഉം, ഈ ചാരിറ്റിയോ അല്ലെങ്കിൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് പോലുള്ള ക്രിസ്ത്യാനിറ്റിയെ പൊലിപ്പിച്ച് കാണിക്കുന്ന സിനിമകളും വീഡിയോകളും ഒക്കെ അവിടെ പോയിട്ട് പ്രൊജക്ടർ വെച്ച് കാണിക്കുക, ഉം, ഉം, വഴിയോരം ഫ്ലക്സുകളും പേപ്പറുകളും ഒക്കെ ഒട്ടിക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് പേപ്പറുകൾ കൊടുത്തോണ്ടിരിക്കുക. അവരുടെ തനതായിട്ടുള്ള ഭാഷകളുണ്ട്. ഇപ്പം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഹിന്ദിയെക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടുത്തെ ഭോജ്പുരി ബീഹാറിയാണ്. ദഹാത്തി ഭാഷകളാണ്. ഉം, അപ്പൊ ഭോജ്പുരി ആയിട്ടുള്ള ഭാഷയിലോട്ട് ബൈബിളിനെ തർജ്ജമ ചെയ്യുക. അവിടുത്തെ ഭോജ്പുരി സംസാരിക്കുന്ന ആളുകൾക്ക് പോലും ബൈബിള് യേശുക്രിസ്തു ആണ് സത്യം എന്ന് പറഞ്ഞിട്ട് വിശ്വസിപ്പിക്കുക. അവർ ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന വിഗ്രഹാരാധന ആ ദൈവം തെറ്റാണെന്ന് അവരെ പഠിപ്പിക്കുക. എന്നിട്ട് യേശു മാത്രമാണ് സത്യമെന്നും യേശുക്രിസ്തുവാണ് യഥാർത്ഥ രക്ഷണെന്നും അവർ പാപിയാണെന്നും അവർക്ക് പാപത്തിൽ നിന്ന് രക്ഷ നേടി അവർ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുക്രിസ്തു മാത്രമേ ഒരേ ഒരു വഴി എന്നും അവരെ പറഞ്ഞ് പഠിപ്പിക്കുക.